വിളിക്കാം അമ്മായി. കോള് പോകുന്നില്ല അല്ലേ? പോവില്ല. അമ്മായിയുടെ ഫോണിന്റെ കൺട്രോളുവേ ഇപ്പൊ എന്റെ കയ്യില. അമ്മായിയുടെ ഫോണേ ഞാൻ ചെറുതായിട്ടൊന്ന് ഹാക്ക് ചെയ്തു. ഇനി നമുക്ക് പോവാം അമ്മായി. പോകാനോ? എങ്ങോട്ട്? ദേ ദീപക്കെ, വെളച്ചിലെടുക്കാതെ ഇവിടുന്ന് മര്യാദയ്ക്ക് പോകുന്നതാ നിനക്ക് നല്ലത്. അതെങ്ങനെ അമ്മായി? എന്റെ അമ്മ എന്നെ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാലേ അതെനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ അമ്മേനെ വഴക്ക് പറയും. അതുകൊണ്ട് അമ്മായി ബലം പിടിക്കാതെ എന്റെ കൂടെ ഒന്ന് വാ. നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം. നിങ്ങൾ അംബികയ്ക്ക് മകനെതിരെ ഗെയിം കളിക്കുമല്ലേ? എന്നെ വിട്, വിടാനാ പറഞ്ഞത്. അടച്ച് മര്യാദയ്ക്ക് വന്നാ സ്വബോധത്തോടെ എന്റെ കൂടെ വരാം. കിടന്ന് ബഹളം വെച്ചാൽ അറിയാലോ എന്നെ. ഇതേ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ റെസ്റ്റോറന്റ്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെയാണ് എല്ലാ വീക്കെൻഡ്സിലും മീറ്റ് ചെയ്യുന്നത്. അമ്മ ഇരിക്കണോ? ഇവനിതെന്തിനാ എന്നെ നോക്കി ചിരിക്കുന്നത്? ഞാൻ അയച്ച മെസ്സേജ് വായിച്ചിട്ടും ഇവനെന്താ ഒരു ഭാവമാറ്റം ഇല്ലാത്ത? ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്താ ആലോചിക്കുന്നത്? അല്ല, ഞാൻ അയച്ച മെസ്സേജ് റോഹൻ അച്ഛനോട് ആ കാര്യം സംസാരിച്ചോ ഇല്ലയോന്ന്? ഹായ് സാർ, ഓർഡർ പ്ലീസ്. അല്ല, റോഹൻ സാറല്ലേ? സാറെന്താ തനിച്ച്? അയ്യോ സോറി, തനിച്ചല്ലല്ലോ, ഒരു പെൺകുട്ടിയുടെ കൂടെ. അതെന്താടോ? എനിക്കൊരു പെൺകുട്ടിയുമായി ഇവിടെ വരാൻ പാടില്ല എന്ന് തന്റെ മുതലാളി വിലക്കിയിട്ടുണ്ടോ? അയ്യോ അങ്ങനല്ല സാർ. മാഡം, ഐ എം സോറി. ഒന്നും തോന്നല്ലേ. സാറ് ഞങ്ങളുടെ ഒരു റെഗുലർ കസ്റ്റമറാ. ആ പരിചയം കൊണ്ട് സംസാരിക്കുന്ന. റോഹൻ സാറിന്റെ ബാച്ചിൽ ഓൾമോസ്റ്റ് എല്ലാരും മാരീഡാ. ബാക്കിയുള്ളവരൊക്കെ കമ്മിറ്റഡുവാ. റോഹൻ സാർ മാത്രമാ സിംഗിൾ. മാഡം നല്ല ഭാഗ്യവതിയാ. മതിയടോ. താൻ എന്താ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയും? സാറിന്റെ ഫേവറേറ്റ് ഐസ്ക്രീം കോമ്പിനേഷൻ ഉണ്ട് സാർ. ആ ഋതികേ, മെനു നോക്കി എന്താ വേണ്ടെന്ന് പറയും. എനിക്ക് ജസ്റ്റ് ഒരു ചായ മാത്രം മതി. ചായയോ? എന്റെ ഒപ്പം വന്നിട്ട്, അതും എന്റെ ഫ്രണ്ടിന്റെ റെസ്റ്റോറന്റിൽ വന്നിട്ട് ഒരു ചായ കുടിച്ചിട്ട് പോയാലെങ്ങനെ? സോറി റോഹൻ, എനിക്കൊരു ഗ്ലാസ് ചായ മതി. കമോൺ ഋതിക, മടിക്കാതെ എന്താ വേണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞില്ലേ റോഹൻ, എനിക്കൊരു ഗ്ലാസ് ചായ മാത്രം മതി. അങ്ങനെ വെറുതെ ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചാൽ ശരിയാവില്ലല്ലോ. അങ്ങനെയല്ല റോഹൻ, ഞാൻ റോഹനെ ഇൻസൾട്ട് ചെയ്യാണെന്ന് വിചാരിക്കരുത്. വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണം അല്ലാതെ പുറത്തെവിടെയെങ്കിലും പോയാ ഒരു ഗ്ലാസ് ചായ മാത്രമേ ഞാൻ കുടിക്കൂ. അതാണ് എന്റെ ശീലം. ചായ എനിക്ക് വലിയ ഇഷ്ടം. എന്നാലും എടോ, ഒരു കാര്യം ചെയ്യ്, താൻ കോഫി എടുക്ക്. 2 cappuccino. ഓക്കെ സാർ. സർ, നീ എത്ര പെട്ടെന്ന് എത്തിയോ? ഫയലൊക്കെ സബ്മിറ്റ് ചെയ്തോ? സബ്മിറ്റ് ചെയ്തു സർ. അവരെന്ത് പറഞ്ഞു? അല്ല സർ, അതിനിപ്പോ സമയമെടുക്കും. വെരിഫൈ ചെയ്തിട്ട് ഡൽഹിയിൽ അയക്കാനുള്ള ഫയലല്ലേ.
വർമ്മ സാറേ, റോഹനും മാഡം എവിടെയാ? രാജു, റോഹന് ഋതികയോട് എന്താ സംസാരിക്കണമെന്ന് പറഞ്ഞു. ജസ്റ്റ് ഔട്ടിംഗ്. റോഹൻ പ്ലാൻ ചെയ്തതാ. ഞാനിപ്പോ അവരെ ഒന്ന് പുറത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുക. ദൈവമേ, ഋതിക മാഡത്തിനാണെങ്കിൽ റോഹനോട് വലിയ താല്പര്യമില്ല. ഇനി പണ്ട് കോഫി ഷോപ്പിൽ പോയി വഴക്കുണ്ടാക്കിയതുപോലെ വല്ല വഴക്കും ആവോ? ശരിയാവില്ല. റോഹന്റെ മുഖം കണ്ടാലറിയാം അവൻ പുറത്തു കാണിക്കുന്ന ആളൊന്നും അല്ല ഉള്ളില്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെല്ലണം. ആദ്യം അവര് തമ്മിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാതെ നോക്കണം. അതാ ഇപ്പൊ വേണ്ടത്. വർമ്മ സാറേ, അവര് എങ്ങോട്ടാ പോയതെന്ന് പറഞ്ഞോ? എന്തു പറ്റി? ഹേയ്, അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. ഇവിടെ റോഹന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ആ, അവരുടെ ഏതോ റെസ്റ്റോറന്റിലോ മറ്റോ ആയിരിക്കും പോയിരിക്കുന്നത്. ഫ്രണ്ട്സിന്റെ റെസ്റ്റോറന്റ് കണ്ടുപിടിക്കാം. സാറേ, എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോണം. ആ, നീ പോയിട്ടോ. ഇന്നത്തെ ജോലിയെ കഴിഞ്ഞില്ലേ? ആ, കഴിഞ്ഞു സാറേ. ആ, എന്നാ ഞാൻ അങ്ങോട്ട്. റോഹന്റെ കാറ്. അപ്പോ ഋതികാമ്മയുടെ റോഹനും ഇവിടെ ഉണ്ട്. ആ ശരി. റോഹൻ, എന്താ ഋതിക? റോഹൻ എന്തിനാ ക്യാപ്പച്ചിനോ ഓർഡർ ചെയ്തേ? എനിക്കതാ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തു. പക്ഷേ എനിക്ക് ക്യാപ്പച്ചിനോ ഇഷ്ടമല്ല. കമോൺ ഋതിക, ഒരു ചായ കുടിച്ചാ എന്താ സംഭവിക്കുക? വെറുതെ ഒന്ന് വാ നനപ്പിക്കാം. ഋതിക, ക്യാപ്ചീനോ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. തനിക്കത് ഇഷ്ടാവും. എനിക്കിഷ്ടമല്ലാത്തത് എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കരുത് റോഹൻ, പ്ലീസ്. ആദ്യം ക്യാപ്ചീനോ ഒന്ന് വരട്ടടോ. വന്നു കഴിയുമ്പോ താനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എന്നിട്ട് തീരുമാനിക്ക് കുടിക്കണോ വേണ്ടയോ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെയൊക്കെ ഉള്ളില് വലിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു കംഫർട്ട് സോൺ പിടിച്ച് നമ്മളങ്ങ് ജീവിക്കാൻ ശ്രമിക്കും. ശരിക്കും അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം മൈൻഡ് സെറ്റിന്റെ പ്രശ്നങ്ങളാണെന്ന് എനിക്കറിയാം. എടോ, ഈ ഇഷ്ടങ്ങളൊക്കെ മാറി മാറി വരുവടോ. കംഫർട്ട് സോണിൽ നിന്ന് താനൊന്ന് പുറത്തു വരാൻ ധൈര്യം കാണിച്ചാൽ മതി. മനസ്സിലായില്ല. ആ, പറഞ്ഞുതരാം. കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഫോർ എക്സാമ്പിൾ, തനിക്കൊരാളെ ഇഷ്ടമാണ്, പക്ഷെ അയാൾക്ക് തന്നെ വേണ്ട. താൻ അയാളെ തന്നെ വേണമെന്ന് വാശി പിടിച്ച് തപസ് ചെയ്തിരുന്നിട്ട് ഒരു കാര്യമില്ല. തനിക്കൊരവസരം ഉണ്ടാകുമ്പോ താൻ തന്നെ പ്രണയിക്കുന്ന, തന്നെ ആരാധിക്കുന്ന പുതിയ പ്രപ്പോസലുമായിട്ട് വരുന്ന ആളെ സ്വീകരിക്കണം. അപ്പൊ ഇതാണല്ലേ ഞാൻ അയച്ച മെസ്സേജിനുള്ള മറുപടി? താങ്ക് യു. വെൽക്കം. ഋതിക, ഈ സിറ്റിയിൽ കിട്ടാവുന്നതിൽ വെച്ച്
ഏറ്റവും ടേസ്റ്റിയും എമ്മിയുമാണിത്. ഋതിക കുടിച്ചു നോക്ക്. സോറി റോഹൻ, എനിക്ക് വേണ്ട. ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ ഋതിക? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. പ്ലീസ് ഡോ. ഇത്രയേ ഉള്ളൂ. തനിക്കിത് ഇഷ്ടാവും. എന്നെയും തനിക്ക് ഇഷ്ടാവും. അയ്യോ, ആ, ഇപ്പോ മാഡത്തിന്റെ പേടിയൊക്കെ മാറിയോ? ഞാനെന്തിനാ പേടിക്കുന്നത്? എന്റെ കൂടെ എന്റെ രാജു ഇല്ലേ? അതാണ്. മാഡം ഇനി ആ ചായ എടുത്തും കുടിച്ച്. Cheers. Cheers. ആ ഋതികെ, ഞാനെന്നേ അങ്കിളിനെ കണ്ടിട്ട് വരാം. ശരി. ഋതിക വരുന്നുണ്ടോ? ഇല്ല, റോഹൻ പോയിട്ടോ. അച്ഛനോട് റോഹൻ എല്ലാ കാര്യങ്ങളും പറയുമായിരിക്കും. എങ്ങനെയും അച്ഛനോട് പറഞ്ഞതൊന്ന് ഒഴിവായി കിട്ടിയാൽ മതിയായിരുന്നു. ഇത് കേൾക്കുമ്പോ അച്ഛന്റെ പ്രതികരണം എന്തായിരിക്കും? മോളെ, റോഹൻ പ്രതാപേട്ടന്റെ മുറിയിലേക്ക് പോകുന്നുണ്ടു. അവന്റെ മുഖഭാവത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മോളോട് ചോദിച്ചാൽ കാര്യങ്ങൾ അറിയാലോ. എന്തായി? മോൾ അവനോട് സംസാരിച്ചോ? സംസാരിച്ചു ചെറിയമ്മേ. എല്ലാ കാര്യങ്ങളും ഞാൻ റോഹനോട് തുറന്ന് സംസാരിച്ചു. എനിക്ക് വിവാഹത്തിനോട് താല്പര്യമില്ലെന്ന് ഞാൻ റോഹനോട് പറഞ്ഞു. എന്നിട്ട് അവൻ എന്താ മറുപടി പറഞ്ഞേ? സ്ട്രെയിറ്റ് ഫോർവേഡായി കാര്യങ്ങൾ പറയുന്നവരെ അയാൾക്ക് ഇഷ്ടമാണെന്നാ പറഞ്ഞേ. അവൻ ഈ വിവാഹത്തിന് പിന്മാറുമോ? മാറുമെന്ന എന്റെ പ്രതീക്ഷ. ഇപ്പൊ അച്ഛനെ കാണാൻ പോയിരിക്കുന്നതും അതിനുവേണ്ടി തന്നെയാവും. പക്ഷേ അച്ഛനോട് ഇത് റോഹൻ എങ്ങനെ അവതരിപ്പിക്കുന്നുള്ളതാ എന്റെ ടെൻഷൻ. എല്ലാം നന്നായിട്ട് വന്നാ മതിയായിരുന്നു. മോൾ ടെൻഷൻ ആവണ്ട. അവൻ ഇത്രയും പോസിറ്റീവായി കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് അവൻ അതിന്റെ ഒരു പരുവത്തിനെ പ്രതാപേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂ. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. രാജു എവിടെ പോയതാ? അത് ഞാൻ കളക്ടറേറ്റ് വരെ പോയതാ. കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളുണ്ടായിരുന്നു. അല്ല, ഞാൻ പോകുമ്പോ മാഡം ഇവിടെ ഉണ്ടായിരുന്നല്ലോ.
പിന്നെന്താ ചോദിച്ചേ? രാജു പോയി കഴിഞ്ഞ് റോഹൻ എന്നോട് ഔട്ടിങ്ങിന് പോവാന്ന് പറഞ്ഞു. അച്ഛനും പറഞ്ഞു പോയിട്ട് വരാൻ. അങ്ങനെ ഞങ്ങളൊരു കോഫി ഷോപ്പിലേക്ക് പോയി. അവിടെ വെച്ച് ഞാൻ എല്ലാം തുറന്ന് സംസാരിച്ചു. ഉം. എനിക്ക് വിവാഹത്തില് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു. സംസാരിച്ചു കഴിഞ്ഞപ്പോ രാജു അവിടെ ഉണ്ടെന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അതാ ഞാൻ ചോദിച്ചത് രാജു എവിടെ പോയതാണെന്ന്. ഏയ് അല്ല, എന്നിട്ട് റോഹൻ എവിടെ? അച്ഛനോട് സംസാരിക്കാൻ വേണ്ടി പോയിരിക്കുക. ഓ, എന്താവുന്നൊരു ടെൻഷനിലാ ഞാൻ. മാഡം ടെൻഷൻ അടിക്കണ്ട, എല്ലാം ശരിയാവും. റോഹൻ, താനൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാ. അങ്ങനെയൊന്നുമില്ല അങ്ങളെ. ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല. അത് സത്യമാ. തന്നോട് കുറച്ചു നേരം സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല. അല്ല റോഹൻ, ഇനി എന്നാ അച്ഛനമ്മയും കുട്ടി ഇങ്ങോട്ട് വരുന്നേ? ഉടനെ പറയാം അങ്ങളെ. കണ്ടില്ലേ രാജു, ഇവൻ വെറും കള്ളനാ. ഞാൻ പറഞ്ഞൊന്നും അച്ഛനോട് പറഞ്ഞിട്ടില്ല. ഇവനെന്തെങ്ങനെ? നല്ലൊരു ദിവസം നോക്കി അച്ഛനെയും അമ്മയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് വരാം. രാജു കേട്ടോ, അവൻ പറഞ്ഞത് കേട്ടില്ലേ? അവൻ എത്രയും പെട്ടെന്ന് അവന്റെ വീട്ടുകാരെയും കൂട്ടി വരുമെന്നാ പറയുന്നത്. രാജു, എന്നെ ഈ പ്രശ്നത്തിൽ ഒന്ന് സഹായിക്ക്. മാഡം വാ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഔട്ടിംഗ്? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛാ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. റോഹൻ ഉടൻ തന്നെ അവന്റെ അച്ഛനമ്മയും കുട്ടി ഇങ്ങോട്ട് വരുമെന്നാ പറയുന്നത്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ അങ്ങളെ. ഏയ്, അതെങ്ങനെ ശരിയാവുന്നേ? റോഹൻ ഇവിടെ ഉച്ച സമയത്ത് വന്നിട്ട് ലഞ്ച് കഴിക്കാതെ എങ്ങനെ പറഞ്ഞു വിടുന്നേ? അങ്ങളെ, പോയിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഏയ്, അതൊന്നും പറഞ്ഞാ പറ്റില്ല. റോഹൻ ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. ഋതികെ, നീ യാമിനോട് ഭക്ഷണം എടുത്തു വയ്ക്കാൻ പറയും. ശരി അച്ഛാ. അവനെ ഇനി ഊട്ടിയിട്ടേ പ്രതാപം വിടത്തുള്ളൂ. എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല അമ്മേ. അവളാണെങ്കിൽ രാജുവിന്റെ പുറകിൽ നിന്ന് മാറുന്നുമില്ല. ആ റോഹനെ ഒഴിവാക്കാൻ വേണ്ടി രാജുവിനെ കൂട്ടുപിടിച്ചിരിക്കുക. ഹലോ. ആ, നീ എവിടെയുണ്ട്? ഞാൻ പുറത്താടാ. ആ, ഞാൻ നിന്നെ വിളിച്ചതേ എനിക്ക് കുറച്ച് ഐറ്റം വേണം. എത്ര വേണം? കുറച്ച് ബൾക്കായിട്ട് തന്നെ വേണം. എന്തിനാളിയാ, കച്ചവടം അടിക്കാനാണോ? ഏയ് അല്ലടാ, ഇതുകൊണ്ട് ചെറിയൊരു പണിയുണ്ട്. പണിയോ? എന്തു പണി? ആ, അതൊക്കെ ഞാൻ പിന്നെ പറയാം. നീ കളിക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞത് ഇവക്കെ? കാര്യം എന്താന്ന് പറയാതെ ഒരു തരി പോലും നിനക്കാൻ തരില്ല. ഹ, എടാ ഞാൻ പറയാന്ന്. ആ, എന്നാ നീ പറ. എടാ, ഒരുത്തിനെ പൂട്ടാൻ വേണ്ടിയാ. കൂട്ടാനോ? നീ കാര്യം തെളിച്ചു പറ ദീപക്കെ. എടാ, ഋതികയെ കെട്ടണമെന്നും പറഞ്ഞ് ഒരു തവണ പുറകെ ഉണ്ട്. അവളാണെങ്കിൽ അവനോട് നോ പറഞ്ഞിട്ടുമില്ല. ആ നോ പറയാതിരിക്കുന്നത് ഒരു യെസ്സിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് അവനെ പൂട്ടിയിരിക്കണം. ഒരു 10 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടാൻ എത്ര ക്വാണ്ടിറ്റി സാധനം വേണമെന്ന് നീ തീരുമാനിച്ചോ? എടാ, അതൊക്കെ റിസ്ക് അല്ലേ? ഒരു റിസ്കും ഇല്ല. നീ സാധനം എത്തിക്കേ. നീ ഇതെന്തായാലും പോലീസിനെ കൊണ്ടോ എക്സൈസിനെ കൊണ്ടോ നർക്കോട്ടിക് സെല്ലിനെ കൊണ്ടോ പിടിപ്പിക്കും. അങ്ങനെയല്ലേ? അവർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ
ഇതെവിടെ നിന്ന് കിട്ടി, ഇതിന്റെ റൂട്ട് എവിടെയാണ് എന്നുള്ള അന്വേഷണം ഉറപ്പായും ഉണ്ടാകും. അത് പിന്നെ എന്നിലേക്കും നിന്നിലേക്കും ഒക്കെ നീങ്ങും. അത് വേണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നീ വേറെ എന്തെങ്കിലും ഒരു പണി അവനിട്ട് കൊടുക്ക്. എടാ, ഇതൊക്കെ എനിക്കും അറിയാവുന്നതല്ലേ. അതിനുള്ള മുൻകരുതലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതും മറികടന്ന് ഇത് നമ്മളിലേക്ക് വന്നാ അതിൽ നിന്ന് എങ്ങനെ ഊരി വരണമെന്നും എനിക്കറിയാം. എന്റെ അമ്മാവൻ ആരാന്ന നിന്റെ വിചാരം? അമ്മാവന്റെ ഒരു ഒറ്റ കോള് മതി, അതൊക്കെ മാഞ്ഞു പോകും. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ടെൻഷനൊന്നും നിനക്ക് വേണ്ട. നീ എത്രയും പെട്ടെന്ന് സാധനം എത്തിക്കാൻ നോക്ക. ആ, ഞാൻ വീട്ടിലേക്ക് പോയി സാധനം എടുത്ത് അവിടേക്ക് എത്താനുള്ള സമയം. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. ക്യാഷ് ഞാൻ അങ്ങോട്ട് അയച്ചേക്കാം. ആ, ഓക്കെടാ. ശരി.